പെർഫെക്ഷനിസം ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന വീട്ടമ്മമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഈ പെർഫെക്ഷനിസം. അറിയാതെയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ സ്ട്രെസ്സ് വരുന്നതും ടെൻഷൻ വരുന്നതിൻ്റെ ചെറിയൊരു കാരണം എന്ന് പറയുന്നത് ഈ പെർഫെക്ഷനിസം തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നമുക്കങ്ങോട്ട് തൃപ്തി വരില്ല. ഈ പെർഫെക്ഷനിസം ഉള്ള ആൾക്കാർ ഏറ്റവും വലിയ കാര്യമാണ് മടുപ്പ് വരിക. അതായത് ചെയ്ത് എത്രത്തോളം ചെയ്തിട്ടും എനിക്കങ്ങ് തൃപ്തി വരുന്നില്ല, സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. സാറ്റിസ്ഫൈഡ് ആവാത്തതാണ് നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് എനിക്ക് മതി, എനിക്ക് തൃപ്തിയായി, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി എന്നൊന്നും നിങ്ങൾ പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോണ്ടല്ലോ, ഭക്ഷണം മാത്രമാണ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാറുള്ളൂ, മതിയാവുള്ളൂ, തൃപ്തി ആവാറുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ. ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വയറ് നിറയുമ്പോൾ അതുപോലെയുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പെർഫെക്ഷനിസമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പെർഫെക്ഷനിസം വളരെ കുറവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പല കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈ ഒരു കാര്യത്തിൽ തന്നെ ഓവറായിട്ട് നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ ലൈഫ് എടുക്കാം. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു വീട്ടമ്മ പറഞ്ഞൊരു കാര്യമാണ്, ഒന്നിനും സമയം കിട്ടുന്നില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി, വൈകിട്ടായി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് രാത്രിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരീരവേദന, ബോഡി പെയിൻ എല്ലാം. അപ്പോൾ ആ ബോഡി പെയിൻ്റെ സമയത്ത് അവർ വിചാരിക്കും നാളെ ഇത്രയൊന്നും ചെയ്യണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നാളെ രാവിലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ പെർഫെക്ഷനിസം എല്ലാം കണ്ടു കഴിയുമ്പോൾ അവർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ത്വര എന്ന് പറയില്ലേ, ആ ഒരു സാധനം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഈ പെർഫെക്ഷനിസം കുറച്ചിട്ട് നമ്മുടെ ലൈഫിനെയും കൂടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഈ പെർഫെക്ഷനിസം ഉള്ള ആളുകൾ ഒരിക്കലും നമ്മുടെ ലൈഫിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളുകളാവില്ല, നമ്മുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാവില്ല. അവർക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആവണം എന്നുള്ള ചിന്തിച്ച് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇവരിങ്ങനെ മടുക്കാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്, ഇത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാനിത് ചെയ്തത് കേട്ടോ. അതല്ലാതെ ജോലിക്കാർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോലിയിലും നിങ്ങൾ ഓവർ പെർഫെക്റ്റ് ആവാൻ നോക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ആ കാറ്റഗറിയിൽ പെടുന്ന ആളാണോ എന്ന് കേട്ടോ. ആൻഡ് പെർഫെക്ഷനിസം കുറവുള്ള ആളുകളാണ് എപ്പോഴും വലിയ ഉയരങ്ങളിലെത്തുക. നിങ്ങൾ പറയില്ലേ, കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ പെർഫെക്ഷനിസം കുറവുള്ള ആളുകളാണ് വലിയ ഇതിലേക്ക് എത്തുള്ളൂ. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് മടുപ്പ് കുറവായിരിക്കും. കാരണം എന്താ, ഒരുപാട് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഒരു പോട്ടെ എന്ന് വയ്ക്കും. പക്ഷേ പെർഫെക്ഷനിസം ഉള്ള ആൾക്കാർ എന്താ ചെയ്യുക, ഒന്നും പോട്ടെ എന്ന് അവർ വെക്കില്ല. ഇത് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ എന്തായിരിക്കും, അവർക്ക് ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കഴിയുമ്പോഴേ നിങ്ങളെ തന്നെ ഒന്ന് നോക്കണം കേട്ടോ. നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ തന്നെ മെൻ്റലി ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഈ തരത്തിൽ പെടുന്ന ആളുകളാണോ എന്ന്. എന്നിട്ട് ആ തരത്തിൽ പെടുന്ന ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ അതിനൊരു പരിഹാരം കാണാം കേട്ടോ.